നമസ്കാരം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO ഈ മാസം മെയ് 18-ന് PSLV-C61 റോക്കറ്റിൽ വിപുലമായ ഭൗമ നിരീക്ഷണ ശേഷികളുള്ള റഡാർ ഇമേജിംഗ് ഉപഗ്രഹമായ റിസാറ്റ്-1B വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഈ വിക്ഷേപണ വാർത്ത ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ബഹിരാകാശാധിഷ്ഠിത നിരീക്ഷണ രഹസ്യാന്വേഷണ ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിന് ഇത്തരം ഉപഗ്രഹങ്ങളുടെ വിന്യാസം ഏറെ പ്രധാനമാണ്. ശ്രീഹരിക്കോട്ടയിലെ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാകും ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റിസാറ്റ്-1B റഡാർ ഇമേജിംഗ് ഉപഗ്രഹം വിക്ഷേപിക്കപ്പെടുക. EOS-9 എന്നും അറിയപ്പെടുന്ന റിസാറ്റ്-1B വിക്ഷേപിക്കുന്നതോടെ ഇന്ത്യയുടെ അതിർത്തി നിരീക്ഷണ ശേഷിയും ദേശീയ സുരക്ഷയും വലിയ ഉണർവ് കൈവരിക്കും. റഡാർ ഇമേജിംഗ് ഉപഗ്രഹങ്ങൾ എന്ന റിസാറ്റ് എല്ലാ കാലാവസ്ഥാ നിരീക്ഷണവും വാഗ്ദാനം ചെയ്യുന്ന ഉപഗ്രഹമാണ്. പകലിലെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ എന്ന പോലെ രാത്രിയിലും ഈ സാറ്റലൈറ്റ് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കും. കൂടാതെ മഴ, മൂടൽമഞ്ഞ്, മേഘങ്ങൾ എന്നീ പ്രതികൂല കാലാവസ്ഥാ വേളകളിലും ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങൾ പകർത്താൻ സഹായിക്കുന്ന അത്യാധുനിക C-ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാറാണ് റിസാറ്റ്-1B ഉപഗ്രഹത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കാലാവസ്ഥ മോശമാകുമ്പോഴോ രാത്രിയിലെ ഇരുട്ടിലും ചിത്രങ്ങൾ പകർത്താൻ പാടുപെടുന്ന ഒപ്റ്റിക്കൽ ക്യാമറ ഉപഗ്രഹങ്ങളിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമാണ്. പ്രതിരോധ ആവശ്യങ്ങൾക്ക് റിസാറ്റ്-1Bയുടെ റഡാർ സാങ്കേതിക വിദ്യ വളരെ നിർണായകമാണ്. ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും നുഴഞ്ഞുകയറ്റം കണ്ടെത്താനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും ഇതിന് കഴിയും. അതുവഴി തുടർച്ചയായതും വിശ്വസനീയവുമായ ഇന്റലിജൻസ് വിവരങ്ങളും ഈ ഉപഗ്രഹ സംവിധാനം പ്രദാനം ചെയ്യും. സൈനിക ഉപകരണങ്ങളുടെയും വാഹനങ്ങളുടെയും ചലനം മൂലം മണ്ണിലുണ്ടാകുന്ന അടയാളങ്ങളും പാടുകളും ഒപ്പം പുതിയ ക്യാമ്പുകളും ഉയർന്ന റെസല്യൂഷനുള്ള റഡാർ ചിത്രങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും. ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും അടയാളപ്പെടുത്താൻ കഴിയുന്ന ഉയർന്ന ശേഷിയുള്ള ഉപഗ്രഹ സംവിധാനം പരമ്പരാഗത നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ബാലാകോട്ട് ആക്രമണങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ച നിലവിലെ റിസാറ്റ് പരമ്പര ഉപഗ്രഹങ്ങളുടെ നൂതന പതിപ്പാണ് റിസാറ്റ്-1B. ചെറിയ വസ്തുക്കളെ കണ്ടെത്താൻ കഴിവുള്ള അൾട്രാ ഹൈ റെസല്യൂഷൻ ഇമേജിംഗ് മുതൽ വലിയ പ്രദേശ നിരീക്ഷണത്തിനായുള്ള വിശാലമായ സ്കാനുകൾ വരെയുള്ള 5 വ്യത്യസ്ത ഇമേജിംഗ് മോഡുകൾ ഈ ഉപഗ്രഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിരോധ രംഗത്തെന്ന പോലെ കൃഷി, വനം, മണ്ണിന്റെ ഈർപ്പ നിരീക്ഷണം, ഭൂമിശാസ്ത്രം, വെള്ളപ്പൊക്കത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കൽ തുടങ്ങിയ സിവിലിയൻ ആപ്ലിക്കേഷനുകൾക്കായും ഈ ഉപഗ്രഹം വിനിയോഗപ്പെടുത്താനാകും. സിന്തറ്റിക് അപ്പർച്ചർ റഡാർ അഥവാ SIR സാങ്കേതിക വിദ്യ സായുധ സേനയെ രഹസ്യാന്വേഷണം, നിരീക്ഷണം, രഹസ്യാന്വേഷണ വിവരശേഖരണം എന്നിവയ്ക്ക് ഏറെ സഹായകമാകും. ഇന്ത്യയുടെ ഭൂപ്രകൃതി വളരെയേറെ സവിശേഷതകൾ ഉള്ളതിനാൽ തന്നെ ഇത്തരം സാങ്കേതിക വിദ്യകൾ രാജ്യത്ത് ഉപയോഗപ്രദമാണ്. അയൽ സംസ്ഥാനങ്ങളുമായുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ, സമുദ്രങ്ങൾ, ജലപാതകൾ, മരുഭൂമികൾ, മഞ്ഞുമൂടിയ കൊടുമുടികൾ, വനങ്ങൾ എന്നിവയുടെ വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കാൻ ഉപഗ്രഹത്തിലെ SIR സംവിധാനം സഹായിക്കും. ഇന്ത്യ റിസാറ്റ് ഉപഗ്രഹം വികസിപ്പിച്ചതിനു പിന്നിൽ നീണ്ട ചരിത്രമുണ്ട്. 2008 നവംബറിലെ മുംബൈ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് റഡാർ ഉപഗ്രഹങ്ങൾ സ്വന്തമാക്കാനുള്ള പ്രേരണ രാജ്യത്തിനുണ്ടായത്. അങ്ങനെ രാജ്യസുരക്ഷയ്ക്കായുള്ള അടിയന്തര ആവശ്യകത മുൻനിർത്തി ഇസ്രായേലിൽ നിന്ന് ഇന്ത്യ ഒരു ഉപഗ്രഹം വാങ്ങി. തുടർന്ന് 2012 ഏപ്രിൽ 26-ന് ഇന്ത്യയിൽ നിർമ്മിച്ച സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഘടിപ്പിച്ച റിസാറ്റ്-1 ISRO വിക്ഷേപിച്ചു. 2019-ൽ റിസാറ്റ്-2B, റിസാറ്റ്-2BR-1 എന്നിവ വിക്ഷേപിച്ചു. 2020 നവംബർ 7-ന് EOS-1 എന്നറിയപ്പെടുന്ന റിസാറ്റ്-2BR-2 വിക്ഷേപിക്കപ്പെട്ടു. തുടർന്ന് 2022 ജനുവരി 14-ന് EOS-4 അഥവാ റിസാറ്റ്-1A രാജ്യം വിക്ഷേപിച്ചു. പൊതുവെ ഇത്തരം ഉപഗ്രഹങ്ങൾ 5 വർഷത്തേക്കാകും പ്രവർത്തനക്ഷമമായിരിക്കുക. അതിനാൽ തന്നെ ഈ പരമ്പരയിലെ കൂടുതൽ ഉപഗ്രഹങ്ങൾ മുൻപ് വിക്ഷേപിക്കപ്പെട്ട ഉപഗ്രഹങ്ങൾക്ക് പകരമായി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ഇൻവെന്ററി രാജ്യത്തിന്റെ നിലവിലുള്ളതും ഭാവിയിലേക്കുള്ളതുമായ സുരക്ഷാ ആവശ്യങ്ങൾക്ക് അപര്യാപ്തമാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ഇന്ത്യ 7 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. 15,000 കിലോമീറ്ററിലധികം കരയിലും 7,500 കിലോമീറ്ററിലധികം തീരപ്രദേശത്തുമായാണ്
ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തികൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ മറ്റ് അതിർത്തികളിൽ, പ്രത്യേകിച്ച് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ ഒരു നിരീക്ഷണ കണ്ണ് സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ അതിർത്തികളിൽ ഭൂരിഭാഗവും തുറന്ന അതിർത്തികളാണെന്ന പശ്ചാത്തലത്തിൽ. അതിനാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും നുഴഞ്ഞുകയറ്റം ഈ പ്രദേശങ്ങളിൽ സംഭവിച്ചേക്കാം. ഇത്തരത്തിലുള്ള സങ്കീർണമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും തത്സമയ ഇന്റലിജൻസും സാഹചര്യ അവബോധവും നൽകുന്നതിനായി ബഹിരാകാശ അധിഷ്ഠിത സംവിധാനങ്ങൾ അത്യാവശ്യമാണ്. റിസാറ്റ് പരമ്പരയ്ക്കൊപ്പം വളരെ വിശദമായ ചിത്രങ്ങൾ അയക്കാൻ കഴിവുള്ള ഉയർന്ന റെസല്യൂഷനുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ കാർട്ട്സാറ്റ് പരമ്പരയും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദ ക്യാമ്പുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളെ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനും ഇത്തരം സംവിധാനങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. റിസാറ്റ് 1Bയുടെ ഉടനടിയുള്ള വിക്ഷേപണം രാജ്യം നിലവിൽ നേരിടുന്ന പ്രതിരോധ വെല്ലുവിളികൾക്കുള്ള നേരിട്ടുള്ള പ്രതികരണമാണോ എന്ന് ISRO വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ISRO പുറത്തിറക്കിയ 2025 അജണ്ടയുടെ മുൻരേഖകളിൽ ഈ ഉപഗ്രഹ വിക്ഷേപണത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. അതിന്റെ അർത്ഥം റിസാറ്റ് 1Bയുടെ വിക്ഷേപണം സംബന്ധിച്ച കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് ആസൂത്രണം ചെയ്തിരിക്കാമെന്നതാണ്. അടുത്തിടെയുണ്ടായ പെഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ISROയെ റിസാറ്റ് 1Bയുടെ വിന്യാസം ത്വരിതഗതിയിലാക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം. എന്തുതന്നെയായാലും സി ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പെലോഡ് ഘടിപ്പിച്ച റിസാറ്റ് 1B ഇന്ത്യൻ സായുധ സേനയുടെ നിരീക്ഷണ രഹസ്യാന്വേഷണ ശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.